ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ത്യ ചൈന ബന്ധം, അതിനകത്ത് ഇന്ത്യക്ക് ഉണ്ടാകുന്ന സെറ്റ് ബാക്ക്. നിങ്ങൾക്കറിയാം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ മാസം അവസാനത്തോടുകൂടി ചൈനയിൽ പോവുകയാണ്. വളരെ നാളുകൾക്ക് ശേഷം ചൈനയുമായിട്ട് നിങ്ങൾക്ക് ഗാൽവാൻ്റെ ഇഷ്യൂ അറിയാം, ലഡാക്ക് ഇഷ്യൂ അറിയാം. ഏതാണ്ട് കുറവായി കിടന്ന സംഭവങ്ങളെല്ലാം പെട്ടെന്ന് അമേരിക്കൻ ടാരിഫും റഷ്യൻ ക്രൂഡ് ഓയിലുമായി ബന്ധപ്പെട്ട് ആ ബന്ധം മെച്ചപ്പെടുത്തുവാനും ചൈനയുടെ ചില ഡിമാൻഡുകൾ അംഗീകരിക്കാനും അതേപോലെ ചൈനീസ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിൽ വന്നിരുന്നു. കാരണം ചൈന ഇന്ത്യ നോക്കിയിരിക്കുകയാണ്, ചൈനയ്ക്ക് ഇന്ത്യ വേണം. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഉണ്ടായ ഡെവലപ്മെൻറ്റ് എന്തൊക്കെയാണ് ഫർദർ, അതായത് അമേരിക്കൻ ടാരിഫ് ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും ശേഷവും എന്തൊക്കെയാണ് ഫർദർ ഡെവലപ്മെന്റ് ഉണ്ടായെന്ന് നോക്കാം. ആദ്യം പ്രധാനമായിട്ട് ഏകദേശം 15 വർഷത്തിന് ശേഷമാണ് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ചൈനയിൽ പോകുന്നത്. കാരണം 15 വർഷമായിട്ട് ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം, അതായത് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധമുണ്ടായതിൻ്റെ പേരിൽ പെട്ടെന്ന് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ജപ്പാനിൽ പോവുകയാണ്, പ്രധാനമന്ത്രിയെ കാണാൻ. ഒഫീഷ്യൽ വിസിറ്റാണ്. ഇത് ഗ്ലോബലായിട്ട് വാർത്തയായി. നിങ്ങൾ മനസ്സിലാക്കണം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാന് കിട്ടിയിരിക്കുന്ന ഒരു ഡിപ്ലോമാറ്റിക് ഹൈലൈറ്റ്സ് അത് ഗൾഫ് രാജ്യങ്ങളിലും പ്രതിഫലിക്കാൻ തുടങ്ങി. ഇവരൊക്കെ നേരത്തെ പാകിസ്ഥാന് ക്രൂഡ് ഓയില് കൊടുക്കുന്നതിന് കണക്ക് പറഞ്ഞ് അവർ കടം പോലും കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. പക്ഷെ അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ നല്ലൊരു ബന്ധം ഇപ്പോഴുണ്ടായപ്പോൾ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾ പോലും പാകിസ്ഥാനുമായിട്ട് ബന്ധം അതായത് നല്ല രീതിയിൽ കൊണ്ടുവരാൻ പോവുകയാണ്. അവിടെ ആൾക്കാർക്ക് കൂടുതൽ വിസ രാജ്യത്ത് കൊടുക്കാനും ചില രാജ്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട്, അതൊക്കെ എടുത്ത് മാറ്റുക. ഇതൊക്കെ പല ഗ്ലോബൽ ഫിനാൻഷ്യൽ ഡെയിലീസ് എന്നും അറിയാൻ സാധിക്കുന്ന, പിന്നെ പാകിസ്ഥാൻ ഡെയിലി നിന്നും വായിക്കും. അതായത് പാകിസ്ഥാനകത്തുണ്ടായിരിക്കുന്ന മാറ്റം ഓപ്പറേഷൻ സിന്ദൂർ. നിങ്ങൾക്കറിയാം, പാകിസ്ഥാൻ ആർമി ചീഫ് അവിടെ പോയത് മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളായിട്ട് കിട്ടിയിരിക്കുന്ന സ്വീകരണവും, ഇന്ത്യയിൽ വന്ന ചൈനീസ് വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യയിൽ നിന്ന് നേരെ പാകിസ്ഥാനിൽ പോയിട്ട് പാകിസ്ഥാൻ ആർമി ചീഫുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത്. നമ്മൾ ഈ ജപ്പാനിലോട്ട് വരാം. ഇന്ത്യൻ പ്രധാനമന്ത്രി അപ്പം പെട്ടെന്നൊരു തീരുമാനമെടുത്തു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതായത് ജപ്പാനിൽ പോയിട്ടായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ചൈനയിൽ പോകുന്നത്. ഇൻട്രസ്റ്റിംഗ് ആണ്. സഭ ഞാൻ പറഞ്ഞ രണ്ടും പോസ്റ്റും, അതായത് പ്രീ ഓപ്പറേഷൻ സിന്ദൂർ, പോസ്റ്റ് ഓപ്പറേഷൻ സിന്ദൂർ. അതായത് മനസ്സിലാക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. 2022 ജപ്പാൻ ഇന്ത്യയിൽ അനൗൺസ് ചെയ്തിരുന്നത് 66 ബില്യന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. $66 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്. അതിനകത്ത് സെമി കണ്ടക്ടർ ഉണ്ട്, അതേപോലെ തന്നെ റയർ എർത്ത് അതിൻ്റെ മാഗ്നറ്റ് ഉണ്ട്, ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പ്രൊഡക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയെ സഹായിക്കാൻ മറ്റുള്ള പല പ്രോജക്റ്റുകളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കുക, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ടുണ്ടായ ഡെവലപ്മെന്റ് ആണ്. ഈ ഗുജറാത്ത് ഗവൺമെന്റ് സ്ഥലം കൊടുത്തു ജാപ്പനീസ് കമ്പനിക്ക്. അവിടെ സെമി കണ്ടക്ടറിൻ്റെ അതൊക്കെ ടെക്നോളജി എല്ലാം കൈമാറി ഇന്ത്യയായിട്ട് ടൈ അപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന പരിപാടി. മഹാരാഷ്ട്ര ഗവൺമെന്റ് സ്ഥലം കൊടുത്തു. ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ കമ്പനികൾ ഈ പറയുന്ന സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് കത്തെഴുതി ആ തന്നിരിക്കുന്ന സ്ഥലം അവർക്ക് വേണ്ട അത് തിരികെ തരികയാണ്. പോയ പോക്ക് കണ്ടോ, സിമ്പിളായത്. അതാണ് അമേരിക്ക എന്ന് പറഞ്ഞ ആ കാലമാടൻ്റെ പവർ. ഇതാണ് സംഭവം. കാരണം നമ്മൾ ചൈനയായിട്ട് കയറി അടുത്തു. ഇതൊക്കെ ജപ്പാന് പ്രശ്നമാണ്. കാരണം ജപ്പാന്റെ എനിമി എന്ന് പറയുന്നത് ചൈനയാണ്. കാരണം അവരുടെ ബോർഡർ ഇഷ്യൂ ആണ്, വലിയ സംഭവം അവരുമായിട്ട്. അതിൻ്റെ പേരിലാണ് ഈ കോഡ് ഇന്ത്യക്ക് പ്രാധാന്യം കൊടുത്തത്. അപ്പൊ അതെല്ലാം കൂടെ പൊളിഞ്ഞ് നാശമാവുകയാണ്. അതിൻ്റെ പേരിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവിടെ പോയത്. പെട്ടെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ജപ്പാനിൽ പോയിട്ട്
എങ്ങനെങ്കിലും ട്രംപുമായിട്ട് ഈ കോഡ് തിരിച്ചു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ഇത് അത് നടക്കുമെന്ന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഡിസംബറിൽ വരാൻ പോകുന്ന 2025 ഡിസംബറിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വരാമെന്ന് സമ്മതിച്ചു. തത്വത്തിൽ അക്സെപ്റ്റ് ചെയ്ത കോഡ് മീറ്റിങ്ങും അതിൽ ഇന്ത്യൻ വിസിറ്റും. അതായത് ഡൊണാൾഡ് ട്രംപ്, അതായത് പ്രധാനമന്ത്രി പോയപ്പോൾ ഇൻവൈറ്റ് ചെയ്തപ്പോൾ എല്ലാം സമ്മതിച്ച. അത് പൊളിഞ്ഞു പോയി. ജപ്പാന്റെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ഏകദേശം വേണ്ട എന്നുള്ള രീതിയിലോട്ട് പോകുന്നു. ഇതാണ് ഈ ചൈനയുമായിട്ട് അടുക്കുമ്പോൾ ജപ്പാനും ഓസ്ട്രേലിയയും നമ്മളെ തള്ളും. അമേരിക്ക മാത്രമല്ല തള്ളുന്നത്. ഇതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പം ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ ബാംഗ്ലൂരിൽ അവരവിടെയുള്ള പല കമ്പനികളുമായിട്ട് ചേർന്ന് നടത്താനിരുന്ന പല പ്രോജക്റ്റുകളും അൺസർട്ടനിറ്റി ആയി. കാരണം ഇന്ത്യയും ചൈനയുമായിട്ട് അടുക്കുന്നു. ഇന്ത്യ ചൈനയുമായിട്ടുള്ള അടുപ്പമല്ല. കാരണം 2005 പോലെയുള്ള അടുപ്പമാണ് ഇന്ത്യയും ചൈനയുമായിട്ട് ഉണ്ടാകുന്നതെന്ന് ഈ ഫോറിൻ എക്സ്പേർട്ടുകൾ പറയുന്നുണ്ട്. ഈ പറയുന്ന ORF റിലയൻസിൻ്റെ അവരുടെ ബുദ്ധിജീവികൾ തന്നെ പറയുന്നത് അതേപോലെ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജപ്പാനെയും ഓസ്ട്രേലിയയും ഇന്ത്യയുമായിട്ടും അമേരിക്കയായിട്ടുള്ള കോഡിന് പ്രാധാന്യമില്ല. അപ്പം അതിൻ്റെ പേരിലാണ് ഓസ്ട്രേലിയയും ഇന്ത്യയിലോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നത് ഹ്യൂജായിട്ട്. LNG ആണ്, LNG ടെർമിനലും ഒക്കെ അവർ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഇവിടെ പണിയാണ്, അവരുടെ പണം മുടക്കി വലിയ രീതിയിലുള്ള ഒരു ട്രേഡും ബിസിനസ്സും ഇന്ത്യയുമായിട്ട് ചെയ്യാൻ ഓസ്ട്രേലിയയും തയ്യാറായി. അതേപോലെ തന്നെ ഇന്ത്യയുടെ നേവി വെസൽസ് അതിനെ അപ്ഗ്രേഡ് ചെയ്യാനും അന്തർവാഹിനികൾ അതിന് പണം മുടക്കാനും മറ്റു പല പ്രോജക്ട്സ്. അതാണ് ഈ ബേസിക്കലി ഇത് ഇൻഡോ പസഫിക് അല്ലെങ്കിൽ ഇൻഡോ ചൈന പസഫിക് ആ റീജിയൻ്റെ അകത്ത് സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇഷ്യൂ. അതിന് ഇന്ത്യയെ കൂടെ കൊണ്ടുവരുന്നു, ഇന്ത്യയെ ബിൽഡപ്പ് ചെയ്യുന്നു, ഇന്ത്യ സ്ട്രെങ്തൻ ചെയ്യുന്നു. അതിന് ഈ 2 രാജ്യങ്ങളും പണം കൊടുക്കുന്നു, അമേരിക്ക മുമ്പിൽ നിൽക്കുന്നു. ഇതാണ് ഈ കോഡെന്ന് പറയുന്നത്. ഇതിനകത്ത് വലിയ വ്യാഖ്യാനമൊന്നുമില്ല. കാരണം ചൈനയും ഇന്ത്യയും തമ്മിൽ ശത്രുത. അപ്പോൾ ഇന്ത്യ ഈ 2 രാജ്യങ്ങൾ ഇന്ത്യയെ ഫണ്ട് ചെയ്യുന്നു. അമേരിക്കൻ ഗൈഡൻസോടുകൂടി ഇന്ത്യ എക്കണോമിക്കലി മിലിറ്ററിയും അതേപോലെ പ്രത്യേകിച്ച് നേവിയും അതിനകത്ത് ഫണ്ടിങ്. ഇതാണ് സംഭവം. അതാണ് സംഭവം ഇല്ലാതാകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറാണ് ഇതിന് കാരണം. സിമ്പിളായിട്ട് ആലോചിക്കുക. അതിനകത്ത് പാകിസ്ഥാൻ കയറി കളിക്കുന്ന ഗെയിമാണ്. പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ അങ്ങോട്ട് പോകുന്നു, അമേരിക്കൻ പ്രസിഡന്റ് അവിടെ പാകിസ്ഥാനിൽ ഓയിലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തൊന്നുമില്ല. അമേരിക്കൻ കമ്പനികൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതേപോലെ റയർ എർത്ത് മിനറൽസ് പാകിസ്ഥാൻ. പെട്ടെന്നാണ് പാകിസ്ഥാൻ്റെ ഈ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വെയിറ്റേജ് അങ്ങ് കയറിയത്. അല്ലെങ്കിൽ ഈ അറബ് രാജ്യങ്ങൾ ഈ പാകിസ്ഥാൻ ആർമി ചീഫിനെയൊക്കെ വിളിച്ച് വലിയ രീതിയിലുള്ള ഇൻവിറ്റേഷൻ, അതേപോലെ അവരുടെ സെക്യൂരിറ്റി, അവരുടെ ഈ അറബ് രാജ്യങ്ങളുടെ മിലിറ്ററി ട്രെയിനിങ് ഒക്കെ നേരത്തെ ഇന്ത്യയുമായിട്ട് പറഞ്ഞൊപ്പിച്ചതാ. ഏകദേശം ധാരണയായതുമാണ്. അത് മുഴുവൻ ഇപ്പോൾ പാകിസ്ഥാന് പോവുക. ആലോചിച്ച് നോക്കുക. ഇതാണ് ഇതിൻ്റെ ഈ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നും അങ്ങോട്ടങ്ങ് മാറും. ഇതാണ് ഈ പവർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഈ കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചൈനയുമായിട്ട് ബന്ധം വേണം. നമ്മുടെ അയൽവാസിയാണ്. ഈ 2005 പോലെ ചൈനയുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുകയാണെങ്കിൽ ഈ അമേരിക്കയ്ക്കാണെങ്കിലും ജപ്പാനാണെങ്കിലും ഈ ഓസ്ട്രേലിയ ആണെങ്കിലും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല. തായ്വാൻ ഇഷ്യൂ നിങ്ങൾക്കറിയാം. അവിടുത്തെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചൈനയുടെ ന്യൂസ് ഏജൻസി ഷീഹു അവർ പബ്ലിഷ് ചെയ്ത റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് തായ്വാൻ ചൈനയുടെയാണ്, ഇന്ത്യ സ്റ്റാൻഡ് മാറ്റി. പെട്ടെന്ന് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇന്ത്യ അത് പ്രതികരിക്കുന്നു. ഇന്ത്യയുടെ ആ സ്റ്റാൻഡ് മാറ്റിയിട്ടില്ല. അതായത് അത് റിലേഷൻഷിപ്പായി ഈ ജപ്പാൻ ഇന്ത്യ റിലേഷൻഷിപ്പാണ് ബേസിക്കലി. പെട്ടെന്ന് ചൈന ആ ഗെയിം കയറി അങ്ങ് കളിച്ചു. അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് വന്നിരുന്നു ഇന്ത്യയുടെ മറ്റേ ബുദ്ധിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിൽ ദലൈലാമയെ പുറത്താക്കാൻ തയ്യാറാണ്. ഇതിനെപ്പറ്റി ഇന്ത്യ ഒന്നും മിണ്ടിയില്ല. ഇതാണ് സംഭവം. ഇത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ബോർഡർ സെക്യൂരിറ്റിയും ബോർഡർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങനെ സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇന്ത്യൻ പ്രതിപക്ഷ പാർട്ടികൾ സംഭവിക്കത്തൊന്നുമില്ല. കാരണം അത് വലിയ 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 ലോങ് ടൈം ഇഷ്യൂ ആണ് സംഭവം.
അപ്പോൾ താൽക്കാലികമായ രീതിയിൽ പോകുന്നതിന് പകരം കൂടുതൽ രീതിയിൽ ചൈനയുമായിട്ട് പോയി കഴിഞ്ഞാൽ ജപ്പാൻ നമുക്ക് വലിയ, അതായത് അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന രാജ്യമാണ് ജപ്പാൻ. അത് ആദ്യം മനസ്സിലാക്കുക. കാരണം ഇവിടെ ജാപ്പനീസ് കാറുകളാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. ഇത് മാറിയിട്ട് ജാപ്പനീസ് കാറുകൾ മാറിയിട്ട് ചൈനീസ് കാറുകൾ ഉണ്ടാക്കുന്ന ധാരണയിലോട്ട്, അതായത് ഏറ്റവും കൂടുതൽ ചൈനീസ് കാറുകൾ ഇന്ത്യയിൽ വിൽക്കണമെന്നുള്ള ധാരണയിലോട്ട് ഇന്ത്യയും ചൈനയും പോയി എന്ന് ചൈനീസ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ജപ്പാൻ ഷോക്കായി പോകത്തില്ലയോ? കാരണം അതിൻ്റെ പേരിലാണ് അവർ സെമി കണ്ടക്ടറും മറ്റുള്ള റയർ എർത്ത് ആണെങ്കിൽ EVയുടെ പ്രോജക്റ്റുകളും മറ്റും ഇന്ത്യയിലെ വെൽഫെയറും അതേപോലെ അഹമ്മദാബാദ് മുംബൈ ബുള്ളറ്റ് ട്രെയിന് അങ്ങനെ പല പ്രോജക്റ്റ്, ഓവർസീസ് എക്കണോമിക് റിലേഷൻ, അങ്ങനെ ഒരു ഫണ്ടുണ്ട് ജപ്പാൻ ഇന്ത്യ. അതൊക്കെ അതിനു വേണ്ടി കൊടുത്തത്. പെട്ടെന്ന് ചൈനയുമായിട്ട് പോയിട്ട് ജാപ്പനീസ് സാധനങ്ങളെ റീപ്ലേസ് ചെയ്ത് ചൈനീസ് സാധനങ്ങൾ വരുന്നു. പിന്നെ എന്ത് ജപ്പാൻ ഇന്ത്യയുമായിട്ട് ആ ബന്ധത്തിൽ പോവൂ? ഇതാണ് ഇഷ്യൂ. ബിസിനസ്സും കച്ചവടവും ഇതൊക്കെ വലിയ താല്പര്യമാണ്. ബോർഡർ സെക്യൂരിറ്റി, നാഷണൽ സെക്യൂരിറ്റി ഒക്കെ അവരുടെ താല്പര്യമുണ്ട്. ഇവിടെയാണ് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം. ഇതിനകത്ത് മറ്റൊരു സംഭവം ഉണ്ടായി, നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ്, പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ, അതായത് ഫിനാൻസ് മിനിസ്റ്റർ ബംഗ്ലാദേശിലോട്ട് പോയി 2 ദിവസത്തെ സന്ദർശനം. അതും 14 വർഷത്തിന് ശേഷം. എന്തിനായാലും പെട്ടെന്ന് ബംഗ്ലാദേശിൽ പോയത്? കാരണം ബംഗ്ലാദേശിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായാലും അതെല്ലാം നമ്മൾ തന്നെ, അതായത് നമ്മളെ റീപ്ലേസ് ചെയ്യുവാണ്. ഇതൊക്കെ അമേരിക്കൻ ഗെയിമാണ്. പെട്ടെന്ന് പാകിസ്ഥാൻ അവിടെ പോകുന്നു, അയാളോട് സംസാരിക്കുന്നു. അതായത് ചിലപ്പം പാകിസ്ഥാന്റെ ബേസ് ബംഗ്ലാദേശിൽ വരാൻ സാധ്യതയുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞല്ല, കാരണം കൃത്യമായിട്ട് അറിവ് കിട്ടിയതാണ്. ഇന്ത്യയും ബംഗ്ലാദേശിന്റെ ബോർഡറിൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ ബേസ് വരുന്ന കാര്യം തള്ളിക്കളയരുത്. കാരണം ഈ ബംഗ്ലാദേശിന്റെ പട്ടാളം അത്ര സ്ട്രെങ്ത് ഒന്നും അല്ല. അതോടുകൂടി ഈ പിക്ചർ വീണ്ടും വളരെ വേസ്റ്റായിട്ടങ്ങ് മാറും. ഇതാണ് അമേരിക്കൻ ഗെയിം, അത് മനസ്സിലാക്കുക. തമാശയല്ല ഈ ഗെയിം. എന്നിട്ട് എന്തുവാ, ഇന്ത്യയിലോട്ട് വരുന്ന എൻവോയ് ഉണ്ടല്ലോ, സെർജി ഗോർ എന്ന് പറഞ്ഞയാള്, അയാൾക്ക് 2 പോസ്റ്റാ, ഒരു പോസ്റ്റ് അല്ല. ഇന്ത്യൻ അംബാസഡർ അമേരിക്കയുടെ ഇന്ത്യൻ അംബാസഡർ. 2ാമത്തെ പോസ്റ്റ് എന്തുവാ, ട്രംപിന്റെ സ്പെഷ്യൽ എൻവോയ് ആണ് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിലെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ. അത് അയാൾക്ക് അവിടുത്തെ പാകിസ്ഥാൻ അംബാസഡറേക്കാളും അതിനേക്കാളും പ്രഗത്ഭനാണ് ഇയാൾ. ആ രീതിയിലാക്കി വെച്ച പോസ്റ്റ് എൻവോയ്, ട്രംപിന്റെ സ്പെഷ്യൽ എൻവോയ്. ബംഗ്ലാദേശില്, ശ്രീലങ്കയില്, മോൾഡീവ്സില് ഇതെല്ലാം അയാളുടെ കസ്റ്റഡിയിലാണ്. മനസ്സിലാക്കുക, പിക്ചർ മാറി. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാ ഞാൻ പറഞ്ഞത് നല്ല പണി കൊടുക്കും ഇത്. അതാണ് അമേരിക്കൻ ഗെയിം എന്ന് പറയുന്നത്. ആലോചിച്ച് നോക്കുക, ബംഗ്ലാദേശ് ബോർഡറിൽ, ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറിൽ പാകിസ്ഥാന്റെ ബേസ് വരിക. വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്യൂരിറ്റി ത്രെട്ടാത്. ബേസ് വരുന്നത്, അതേപോലെ പാകിസ്ഥാനോടെ പട്ടാളത്തെ ഇറക്കും. അതിൻ്റെ ചിലവ് അവർ ചിലപ്പോൾ അമേരിക്ക കൊടുക്കും. കാരണം ബംഗ്ലാദേശിന് ഈ പട്ടാളം ഈ സാധനമൊക്കെ വളരെ കുറവ്, വളരെ മോശം. പിന്നെ 2ഇടത്തും നമുക്ക് ത്രെട്ടായി. ഇതാണ് ഞാൻ പറയുന്നത് ഡിപ്ലോമസി. എവിടെ ഏതും മഠയത്തരമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡിപ്ലോമാറ്റ്സ് ഇത് കാണിച്ചു കൂട്ടിയെന്ന് അറിയത്തില്ല. കാരണം ഇത് പറയുമ്പോഴേ ഞാനിത് കൺഫേം ചെയ്തു ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ബംഗ്ലാദേശിലെ പാകിസ്ഥാന്റെ ബേസ് ഉണ്ട്. അതേപോലെ തന്നെ അമേരിക്കയ്ക്ക് പാകിസ്ഥാനി ബേസ് വേണം. ഈ വരാൻ പോകുന്ന 1 വർഷത്തിനുള്ളിൽ അമേരിക്കയും പാകിസ്ഥാനിൽ ബേസ് ഇടാൻ പോകും. അത് അവർ ചൈനയ്ക്കെതിരായിട്ട് ഇടുന്നു. പക്ഷെ ഇതെല്ലാം നമ്മുടെ തലയിലാണ് വന്ന് കയറുന്നത്. ഇതാണ് ഇതിൻ്റെ പൊട്ടൻഷ്യൽ ത്രെട്ട് എന്ന് പറയുന്നത്. അതായത് മൾട്ടിപ്പിൾ ത്രെട്ട്, അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് പാകിസ്ഥാൻ, ഇപ്പുറത്ത് ചൈന. കുറച്ച് നല്ല ബന്ധമുണ്ടായി. ചൈന പറയുന്ന രീതി നമ്മൾ പാകിസ്ഥാനുമായിട്ട് പോകണം. ഇനി ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അറിയാൻ സാധിച്ചത്, SCO സമ്മിറ്റിന് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോകുമ്പോൾ, ചൈനയിൽ പോകുമ്പോൾ, അതിൻ്റെ ബാക്ക് ടു ബാക്ക് അല്ലെങ്കിൽ സൈഡ് ലൈനായിട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കാണണം. അതായത് ഹായ് പറഞ്ഞൊരു ഫോട്ടോ ഓപ്സ് ഒക്കെ എടുക്കണം. ഇത് ചൈനയുടെ ഡിമാൻഡ്. ഇത് ഇന്ത്യ അംഗീകരിച്ചതെന്ന് ഞാൻ അറിയുന്നത്. കാരണം അയാൾ അതിൻ്റെ അത് പങ്കെടുക്കുന്നുണ്ട്.
അതായത് ചൈന പറയുന്ന ഇന്ത്യയും പാകിസ്ഥാനും ടോക്സിൽ കൂടെ മുന്നോട്ട് പോകണം. ഇന്ത്യ പറയുന്ന കണ്ടീഷൻ ഞങ്ങൾക്ക് താല്പര്യമാണ്, മീഡിയേറ്റേഴ്സ് വേണ്ട, പക്ഷെ ടോക്സും വേണം, ട്രേഡും വേണം, സുഹൃത്തുക്കളായിട്ട് പോകണം. ചൈനീസ് ഡിമാൻഡ് ഇത് വന്ന ചൈനീസ് വാങ്ഷി വന്ന് ഇവിടെ പറഞ്ഞിട്ട് പോയത്. അപ്പൊ മനസ്സിലാക്കി എന്തിനാണ് ഓപ്പറേഷൻ സിന്ദൂർ വന്നത്. ഇനി നമ്മൾ റിസൾട്ട് നോക്ക്. ആരാ നേട്ടം കൊയ്തത്? ചൈന നേട്ടം കൊയ്തു. അൾട്ടിമേറ്റ്ലി അമേരിക്ക ശത്രുവായി, ബംഗ്ലാദേശ് ശത്രുവായി, മറ്റുള്ളൊരു ശത്രുവായി, ജപ്പാൻ ശത്രുവായി, ഓസ്ട്രേലിയ ശത്രുവായി, ക്രൂഡിന്റെ വിഷയത്തിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ശത്രുവായി. പിന്നെ എന്ത് പുല്ല നമ്മൾ ഡിപ്ലോമാറ്റിക് ഗെയിൻ ചെയ്തത്? സിമ്പിളാ ചോദിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്നൊരു ഉത്തരം എന്താ? നിങ്ങളല്ല, കാരണം ഞാൻ ഡിപ്ലോമാറ്റ് അല്ല, എനിക്ക് ഈ പറയുന്ന സ്ട്രാറ്റജിക് സംഭവങ്ങളെ പറ്റി വലിയ ധാരണയൊന്നും. ഞാനിത് വായിച്ചറിയുമ്പം മറ്റു പത്രങ്ങളെല്ലാം കൂടെ അനലൈസ് ചെയ്ത് പറയുകയാണ്. പിന്നെ എന്ത് നേട്ടമാണ് ഇന്ത്യ ഉണ്ടാക്കിയത്? നേട്ടമല്ല, കോട്ടമാണ്. എല്ലാവരും ശത്രുക്കളായി മാറി. ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെന്റ് ജപ്പാൻ, അതിന് കോട്ടമുണ്ടായി. ആ സ്ഥലം തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നു. ആര് നേട്ടം കൊയ്തു? വരാനുള്ള സമയത്ത് ഓരോന്നായിട്ട് നമുക്കറിയുവാൻ സാധിക്കും.